അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് വിഷയങ്ങളിൽ ബിദ്അത്തിൻ്റെ പേരിലുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എല്ലാ വഴികളെ തുടച്ചു മാറ്റുന്നു എന്നൊരു നിയത്ത് ചെയ്തതുപോലെ തോന്നിപ്പോകുന്ന രൂപത്തിൽ ഓരോ വിഷയങ്ങളെയും കള്ളപ്രചരണങ്ങൾ നടത്തി ഇല്ലാ കഥകൾ ചുമത്തുകയാണ്. ഒരുപാടതിൽ നമുക്ക് പറയാൻ കഴിയും. ഉണ്ട് എന്ന വിഷയത്തെ ഇല്ല എന്ന് പറയാൻ ആ കാണിക്കുന്ന മനസ്സ് വല്ലാത്ത വേദനയുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഓരോ അമലുകളെ ഈ സമൂഹത്തിലേക്ക് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്കെങ്ങനെയാണ് ഓരോ അമലുകൾ എത്തിയത്? പൂർവികരായ മഹാന്മാരുടെ മഹാത്മാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം പഠിച്ചെടുത്ത അറിഞ്ഞ വിഷയങ്ങളാണ്. അവിടെയും സ്വന്തം ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തം വിശദീകരണങ്ങളെ അതിലേക്ക് ചാർത്തിങ് കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നൊരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് നേതാക്കളിൽപ്പെട്ട ഒരാൾ വലിയതിൻ്റെ തലവത്ത് നിൽക്കുന്നു. ഇന്ന് വലിയ രോഗത്തിലുണ്ട്. എല്ലാവർക്കും സുപരിചിത വ്യക്തിത്വമാണ്. അയാൾ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്. ഇതിൽ അയാൾ പറയുന്നത് ഏറ്റവും നല്ല ഒരു ഇബാദത്ത്, അതിനെ ഏതെല്ലാം ആഭാസങ്ങളുണ്ടോ അതൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്നു ഇതിനേക്കാളും വലിയ തെറ്റാണെന്നാണ്. ഈ പറഞ്ഞ ആഭാസങ്ങളെക്കാൾ ഏറ്റവും വലിയ തെറ്റാണ് ഈ ഇബാദത്ത് അഥവാ ഈ കർമ്മം എന്നയാൾ പറയാൻ കാണിച്ച മനസ്സ് വല്ലാത്ത വേദനയുണ്ട്. പക്ഷെ അവർ തന്നെ, അവരിലിടയിലുള്ള ആളുകൾ തന്നെ ഈ വിഷയത്തിൽ തർക്കത്തിലാണ്. ശരിയാണോ അല്ലേ എന്നുള്ളത്. ഒരാൾ വന്ന് പറയുന്നു അത് ഇജ്തിഹാദിലുള്ള വ്യത്യാസങ്ങളാണ്, എതിർക്കേണ്ടതല്ല എന്നായി. ഇബാദത്തിനെ ബാധിക്കുകയില്ല, കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്തിഹാദിയായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇന്നയാൾ ഇത് പറയുന്നു, നേതാവ് പറയുന്നു ഏറ്റവും വലിയ തെറ്റാണ് എന്നാണ്, ഹറാം എന്ന് വരെ അത് പറയാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് അയാൾ അതിനെത്തിക്കുന്നത്. എന്നാൽ ആ മഹാന്മാർ പഠിപ്പിച്ച ആ യാഥാർത്ഥ്യം എന്താണ്? ഏതാണ് ഈ വിഷയം അവർ പറയുന്നത്? പരിശുദ്ധമായ ദീനിൻ്റെ അസ്വലാത്തു ഇമാദുദ്ദീൻ, ദീനിൻ്റെ സ്തംഭങ്ങളാണ്, ദീനിൻ്റെ തൂണാണ് നിസ്കാരം. നിസ്കാരത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത്? മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ചീത്തയായ കാര്യങ്ങളെ, ചെയ്ത തെറ്റുകുറ്റങ്ങളെ കഴുകി ശുദ്ധിയാക്കാൻ പറ്റുന്നൊരു ഇബാദത്താണ്. ആ നല്ലൊരു ഇബാദത്ത് കഴിഞ്ഞ് ആ ഇബാദത്ത് ചെയ്ത സ്ഥലത്തിലിരുന്നു കൊണ്ട് റബ്ബിലേക്ക് രണ്ട് കൈയും കൂപ്പിയും കൊണ്ടുള്ളൊരു ദുആ, അതിനെയാണ് അവർ വിലക്കുന്നത്. അവിടെ നടത്തുന്ന കൂട്ടുപ്രാർത്ഥനയാണ് അവർ ഇല്ലാ കഥകൾ പറയുന്നത്. അതൊക്കെ പോകട്ടെ, ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇരിക്കൽ തന്നെ പുണ്യമുള്ളതാണെന്നാണ് മഹാന്മാർ പറയുന്നത്. ദുആ ചെയ്യുന്നത് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇരിക്കുന്നതിനെ കുറിച്ച് തന്നെ മഹാന്മാർ പറയുന്നത് വലിയ ഇബാദത്താണ് എന്നാണ്, അവനിക്ക് വലിയ കൂലിയുണ്ട് എന്നാണ്. എന്താ പറയുന്നത്? വിശാലമായ ഹദീസാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മാ ദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി. മലായികത്ത് പ്രാർത്ഥിക്കും, മലായികത്ത് ദുആ ചെയ്യും, മലായികത്ത് ശുപാർശ ചെയ്യും. എന്തുമാകട്ടെ, മലക്കുകളുടെ ഒരു സപ്പോർട്ട്, മലക്കുകളുടെ ഒരു സന്തോഷം അവനിക്കുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അതാണ് നമുക്ക് വേണ്ടത്. മലക്കുകളാണ് നമ്മുടെ എല്ലാം. നമ്മുടെ ദുആക്ക് ഉത്തരം പറയേണ്ടത് മലക്കുകളാണ്. ആ മലക്കുകൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യും, അവനിക്ക് വേണ്ടത് കൊടുക്കും. ആർക്കാണത്? നിസ്കരിച്ച സ്ഥലത്ത്
നിസ്കാരം നടന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ഇരുന്നു എന്ന് മാത്രമല്ല കുറച്ചു നേരം ഇരുന്നവൻ, അങ്ങനെ തന്നെ പറഞ്ഞില്ലേ, മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീഹി, അവൻ നിസ്കരിച്ച സ്ഥലത്ത് കുറച്ചു നേരം ഇരുന്നവൻ, സുബ്ഹാനല്ലാഹ്. അപ്പോൾ കുറച്ചു നേരം അവിടെ ഇരിക്കണമെന്നാണ്. ഇത് നിസ്കാര ശേഷം ഇരിക്കാൻ തന്നെ പാടില്ല എന്ന രൂപത്തിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓടിപ്പോകുന്നവർ ഒരുപാടുണ്ട്. അതിൽ തിരക്കുള്ളവരുണ്ട്, അത്യാവശ്യമുള്ളവരുണ്ട്, യാത്രക്കാരുണ്ട്. ഇതല്ല പറയുന്നത്. ഇത് ശരിയല്ല, ഇത് ബിദ്അത്താണ്, ഇത് തെറ്റാണ്, ഇത് പുതിയ ആശയമാണെന്ന് വിചാരിച്ചു കൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട അറിയാത്തവരോട് പറയാനുള്ളത്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു കൂട്ടം ആളുകൾ. നിസ്കാര ശേഷം ഇരിക്കൽ തന്നെ വലിയ കൂലി കിട്ടുന്നതാണ്, മലക്കുകളുടെ സഹായം നമുക്ക് ലഭിക്കാൻ അത് കാരണമാണ് എന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇരിക്കൽ തന്നെ പുണ്യമാണ്. ഇനി നോക്കേണ്ടത് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിശുദ്ധ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന വിവരണം ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ തിർമിദിയിൽ 3499 ഹദീസ് ആയിട്ട് ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ ഹദീസിൽ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഹദീസുൻ ഹസനുൻ എന്ന് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീസ്? ഖീല യാ റസൂലല്ലാഹ് അയ്യു ദുആ അസ്മഅ, നബിയെ ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദുആ ഏതാണ് നബിയെ? അല്ലാഹു ദുആക്ക് ഉത്തരം നൽകുന്ന പല ദുആകൾ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ നബിയെ, നമുക്ക് ആ സമയം പറഞ്ഞു തരണം എന്ന് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ 2 സമയങ്ങളാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറയുന്നത്. അതിൽ ഒന്ന് വദുബുറുസ് സ്വലാത്തിൽ മക്തൂബാത്ത്, മുത്തുനബിയ പറയുന്നത് വദുബുറുസ് സ്വലാത്തിൽ വദുബുറുസ് സ്വലവാത്തിൽ മക്തൂബാത്ത്, ഫറളാകപ്പെട്ട 5 നിസ്കാരത്തിന്റെ പിറകിലുള്ള ആ ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ്, ഉത്തരം കിട്ടുന്ന ദുആയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് തന്നെ ഇമാം നസായി റളിയല്ലാഹു അൻഹു അസ്സുനനുൽ കുബ്രയിൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹദീസ് വളരെയേറെ നാം പരിഗണിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു ഇബാദത്ത് നിസ്കാര ശേഷം നടത്തുന്നതിനെ എതിർക്കുന്നുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാനാണ്. ആ ഉത്തരം കിട്ടാനുള്ള സമയത്തെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചോദിച്ച ആൾക്ക് മറുപടിയായി പഠിപ്പിക്കുന്നത്. അപ്പോൾ നിസ്കാര ശേഷമുള്ള ദുആക്ക് വലിയ ഫലം ഉണ്ട്. ഇനി മറ്റൊരു കാര്യം ഇത് ഞാൻ കൂട്ടി വായിക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മുഹദ്ദിഥീങ്ങൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ യഹൂദ ഖൗമുൻ ഹസീദുൻ ഹസദൂക്കും അലാ സലാസ, യഹൂദികൾ എന്ന് പറയുന്ന കൂട്ടർ ഹസൂയ വെക്കുന്ന, ചതി കാണിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളിൽ അവർക്ക് അസൂയ വരുന്നത് 3 കാര്യത്തിലാണ്. അതിൽ ഒന്ന്, മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ആമീൻ എന്ന വാക്ക് അവർക്ക് വലിയ കോപമുണ്ടാക്കുന്നു. നിങ്ങളുടെ അസൂയ കാണിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അവർക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അദി റളിയല്ലാഹു അൻഹു അൽ കാമിൽ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദുറുൽ മൻതൂറിൽ അത് നോക്കിയാൽ കാണാം. ഇതേ വിഷയം മറ്റൊരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു മുസന്നഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു അതാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഹൂദീങ്ങൾക്ക് നിങ്ങളോട് അസൂയുള്ളത് മാ ഹസദുക്കും അലാ ആമീൻ, ആമീനേക്കാളും അസൂയുള്ള മറ്റൊന്നും നിങ്ങളിലില്ല. അപ്പൊ ആമീൻ അവർക്ക് അലർജിയാണ്. ആമീൻ പറയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആമീൻ പറയണമെങ്കിൽ ഒരാൾ ദുആ ചെയ്യണ്ടേ? എന്നാലല്ലേ എനിക്ക് ആമീൻ പറയാൻ പറ്റുക. ഞാൻ ഒരാൾക്ക് അവൻ നന്നാവട്ടെ, നമുക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ,
അള്ളാഹു നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കട്ടെ എന്ന് ദുആ ചെയ്യുമ്പോഴല്ലേ ആമീൻ പറയാൻ പറ്റുക. ഈ ആമീനിനെ കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ആ കൂട്ടുപ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഒരാൾ ദ്വാരക്കുമ്പോഴല്ലേ ആമീൻ പറയാൻ പറ്റുക. അപ്പം ആമീൻ അവർക്ക് അലർജിയാണ്. അത്രയും വലിയൊരു ഇബാദത്താണ് ആമീൻ. ആ ഈമാൻ ആ ആമീൻ എന്നുള്ള വാക്ക് അത്രയും വലിയ ഇബാദത്താണ് ആമീൻ എന്നുള്ളത്. ഈ ആമീൻ അവർക്ക് അലർജിയാണെങ്കിൽ നിസ്കാരശേഷം ദുആ ഏറ്റവും ഉത്തരം കിട്ടുന്നതാണ്. കൂട്ടത്തിൽ ഒരാൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുമ്പോൾ രണ്ടും എത്രമാത്രം ബന്ധമുണ്ടാകും അവിടെ. ഈ രണ്ട് ഇബാദത്ത് കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇജാബത്ത് ഉറപ്പാണ്. അത്രയും വലിയ അമലാണ് അവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന രൂപത്തിലേക്ക് മനുഷ്യ മനസ്സുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് എണീച്ചു പോകണത്രേ, ദ്വാരക്കണ്ടത്രേ, കൂട്ടുപ്രാർത്ഥന നടത്തേണ്ടത്രേ, എന്തെല്ലാം വാക്കുകളാണ് അവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദത്തുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പതിവ് എന്താണ് എന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാര ശേഷം തിരിഞ്ഞിരിക്കുമായിരുന്നു, അവിടെ ദുആ ചെയ്യുമായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടൊക്കെ മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നല്ലേ. എത്രമാത്രം ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ വളരെ സവിസ്താരമായി സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നത്, മിഹ്റാബിൽ ഇരിക്കുന്ന ആ ഇമാം തിരിഞ്ഞിരിക്കണം, മഅ്മൂമീങ്ങൾക്ക് അവന്റെ വലതു ഭാഗമാക്കണം. എന്തിനാണ്? ലിദ്ദിക്രി വദ്ദുആഇ വഗൈരിഹിമ. അവിടെ അവൻ ദുആ ചെയ്യും, അവിടെ അവൻ ദിക്ർ ചൊല്ലും. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ തിരിഞ്ഞിരിക്കണം. തിരിഞ്ഞിരിക്കേണ്ട ദുആ ചെയ്യാനാണ്. ആർക്ക് വേണ്ടി? അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി. എന്നിട്ട് മഹാന്മാർ മറ്റു സ്ഥലത്തിൽ പറയുന്നതായി കാണാം, ചില ആളുകൾ ദുആ ചെയ്യുമ്പോൾ അവന്റെ നഫ്സിനിക്ക് മാത്രം ദുആ ചെയ്യുന്നു. അത് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവനിക്ക് മാത്രം ദുആരക്കരുത്, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള ദുആയാണ് ഏറ്റവും നല്ല ദുആ. എന്നിട്ട് ഇവർ പറയുന്നു കൂട്ടുപ്രാർത്ഥന ഒരുപാട് തെറ്റുകളെ പറഞ്ഞുകൊണ്ട് ഇതിനേക്കാളും നീചമാണ് എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. എല്ലായിടത്തും നോക്കിയാൽ കാണാം നിസ്കാര ശേഷമുള്ള പ്രാർത്ഥന നല്ലതാണ്, അത് സുന്നത്താണ് എന്ന് നമ്മുടെ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള എല്ലാ കിതാബുകളിലും ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാന്മാരൊക്കെ ഈ വിഷയത്തിൽ ഐക്യകണ്ഠേനമായി പറഞ്ഞതാണ് നിസ്കാര ശേഷം ദുആ ചെയ്യണമെന്ന്. അള്ളാഹു നമുക്ക് നല്ലത് പറഞ്ഞ് നല്ലത് ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവരുടെ ശർറിൽ നിന്ന്, കുപ്രചരണങ്ങളിൽ നിന്ന്, കളവിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.